തീർച്ചയായും നമുക്കറിയാം കേരളത്തിലെ ഫുട്ബോൾ ആവേശം ചില്ലറയല്ല. കാരണം ഉറക്കമൊഴിഞ്ഞ് ഈ മത്സരങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ആരാധകർ കേരളത്തിലുണ്ട്, പ്രത്യേകിച്ചും മലപ്പുറവും കോഴിക്കോടുമൊക്കെ. മലപ്പുറത്ത് നിന്ന് ഈ ഫുട്ബോൾ ആവേശവുമായി ചേരുന്നത് CV അനുമോദ് ആണ്. അനുമോദ്, മലപ്പുറത്ത് ആരാധകർ ഈ സ്പെയിനിന്റെ കിരീട നേട്ടത്തെ, കേരളത്തിലും ഫേവറിറ്റ് ടീമാണല്ലോ എപ്പോഴും സ്പെയിന്റെ ഈ കിരീട നേട്ടത്തെ എങ്ങനെയാണ് ആഘോഷിക്കുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഞാൻ ഉള്ളതിപ്പോൾ മലപ്പുറത്താണ്. നമുക്ക് ഇവിടെ കാണാം ഈ കളി, കോപ്പ അമേരിക്ക കളി കേരളത്തിലെ TV-യിലൊന്നും തത്സമയം കാണാൻ കഴിയാത്തത് കൊണ്ട് ഇന്റർനെറ്റ് വഴി ഒരു സംവിധാനത്തിലൂടെ വലിയ സ്ക്രീനിൽ മത്സരം പ്രവർത്തിപ്പിക്കുകയാണ്. ഇവിടുത്തെ ഓരോ ദിവസവും ആഘോഷമാക്കുന്ന ആ മലപ്പുറത്തിൻ്റെ ആ ഫുട്ബോൾ ആരാധന നമുക്ക് അറിയുന്നതാണ്. അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ്, തത്സമയ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി യൂറോകപ്പ് ഫൈനലിൽ കണ്ട അതേ ആളുകൾ അതേ ഇടത്ത് തന്നെ മണിക്കൂറുകൾ കാത്തിരുന്ന് വീണ്ടും കോപ്പ അമേരിക്കയുടെ ഫൈനൽ കാണുന്നു. എല്ലാവരും മത്സരത്തിൻ്റെ ഒരു ആവേശത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഓരോ ആവേശവും നമുക്ക് ഇവിടുന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് സമയം കളി എങ്ങനെയുണ്ട്? കളി സൂപ്പറല്ലേ, കണ്ടില്ലേ? കാണില്ലേ? മെസ്സിനെ കാൽമ തട്ടിയപ്പോ തന്നെ പോസ്റ്റ് പോയി. അതാണ് കളി. എന്തായാലും അർജന്റീന ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇതില്ല. നല്ല മുന്നേറ്റം നടത്തുന്നു. ആദ്യം 5 മിനിറ്റ് പോലും കളിച്ചു, ഇപ്പൊ നേരെ കളി തിരിഞ്ഞു വന്നു. അപ്പൊ എന്തായാലും ഇന്ന് കപ്പെടുത്തിട്ടേ പോരുള്ളൂ. നിങ്ങള് സംശയമൊന്നുമില്ല. യൂറോപ്പിന്റെ കളി ഉണ്ടായിരുന്നു. യൂറോപ്പ് കണ്ടു. യൂറോപ്പ് നല്ല കളി, സ്പെയിൻ നല്ല കളി കളിച്ചു. ഒന്നുമല്ലാതെ ടീമായി മാറി കളിച്ചു. ഇന്നലെ കണ്ടു. ഇന്നലെ ഇവിടെ തന്നെ കണ്ടത്. യൂറോപ്പ് നല്ലൊരു കളിയായിരുന്നു. പ്രതീക്ഷ പോലെ തന്നെ നല്ല കളിയാണ്. സ്പെയിന് കുറച്ചുകൂടി നമ്മൾ പ്രതീക്ഷന് അപ്പുറമുള്ള ഒരു കളി സ്പെയിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇംഗ്ലണ്ടിൻ്റെ നമ്മൾ അതിലേറെ നല്ലൊരു കളി ഇംഗ്ലണ്ടിൽ നിന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത്രത്തോളം സ്പെയിന് അടുത്ത വേൾഡ് കപ്പിലേക്ക് ഏറ്റവും മികച്ചൊരു ടീമുകളിൽ ഒന്നായിട്ട് വരും. അടുത്ത സമയം ഒരു കൊളംബിയ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്, നല്ലൊരു മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫൈനലല്ലേ, അതിൻ്റെതായ ചെറിയ ഇത് വേണമല്ലോ. അല്ലാഞ്ഞാൽ ഒരു മിനിറ്റ്, അത് ലിങ്ക് മാറ്റി മതി. ഇന്റർനെറ്റിൽ കളി കാണുന്നതിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇത് കളി തടസ്സപ്പെടും. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമുക്കിവിടെ ഈ മലപ്പുറത്തിന്റെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ, ഫുട്ബോൾ കൂട്ടായ്മ. അതാണ് ഇവിടെ നമുക്ക് ഏറ്റവും വലിയ കാര്യമായി എടുത്തു പറയേണ്ടത്. അതായത് കളി രാവിലെ 5 മണി മുതൽ കാത്തിരിക്കുന്ന, അതായത് കട്ടൻ ചായ, ബിസ്ക്കറ്റ്, ചിപ്സ് അതൊക്കെ കൊടുത്ത് ആളുകളൊക്കെ ഒരു സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകുന്ന ഫീലിലാണ് ഈ ഒരു തരത്തിൽ ഷീറ്റൊക്കെ എല്ലാം വെച്ച് കെട്ടി. മഴ ഭീഷണി ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ 2 ഷീറ്റൊക്കെ കെട്ടിവെച്ചാണ് ഈ ഒരു സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുള്ളത്. അതായത് മലപ്പുറത്തിൻ്റെ ഒരു ഫുട്ബോൾ ആവേശം അല്ലേ. എന്താണ് ഇങ്ങനത്തെ എല്ലാ സീസണിലും ഏത് കോപ്പ അമേരിക്ക ആണെങ്കിലും ഇല്ലേ, ലോകകപ്പ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ കളി ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ വളരെ തന്നെ നല്ല കളിയാണ്. അർജന്റീന 2-1 ജയിക്കും. ഈ ബ്രസീലുകാർ കൊളംബിയക്ക് വേണ്ടി തീർച്ചയായിട്ടും അർജന്റീനക്ക് തന്നെ വിജയം എന്നുള്ള പ്രത്യാശയിലാണ് ഇരിക്കുന്നത്. കൊളംബിയ മുന്നേറുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, എങ്കിലും അർജന്റീന ഉള്ളൂ. കളി മാറും, തിരിച്ചു മാറും. അതാണ് നമുക്ക് മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. അർജന്റീനൻ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. അപ്പോൾ മത്സരം പുരോഗമിക്കും തോറും എല്ലാവരും വലിയ പ്രതീക്ഷയോടെ ഈ മെസ്സിയുടെ ഈ ഒരു വലിയ നേട്ടം, ലോകകപ്പിലെ നേട്ടം കോപ്പ അമേരിക്കയിൽ ആവർത്തിക്കുന്ന പ്രതീക്ഷയിലാണ് മലപ്പുറത്തെ അർജന്റീനിയൻ ഫുട്ബോൾ ആരാധകർ. രഞ്ജിത്ത്, എൽദോ അങ്ങനെ മത്സരം അതിന്റെ എല്ലാ